സൂര്യകാന്തി പൂക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ റീൽസ് ഉണ്ടാക്കാനും ഒക്കെയായി സഞ്ചാരികളുടെ വൻ തിരക്കാണ്. അങ്ങ് ഗുണ്ടൽപേട്ടിലോ പൊള്ളാച്ചിയിലോ തേനിയിലോ ഒന്നുമല്ല, കേരളത്തിലാണ്, അതും കൊച്ചി നഗരത്തിൽ. സുന്ദരമായ ഈ പൂപ്പാടത്തിന് പിന്നിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു സ്നേഹത്തിന്റെ കഥ കൂടിയുണ്ട്. പ്രായമായി തന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു മകൻ ഒരുക്കിയ മനോഹരമായ പൂപ്പാടമാണിത്. മറ്റൊരു ലാഭവും നോക്കാതെ പരീക്ഷണാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഇടം. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് സൂര്യകാന്തി കൃഷി സാധ്യമാകുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കാക്കനാട് തുതിയയിലുള്ള വിജയൻ ചേട്ടന്റെ ഈ കൃഷിയിടം. നമുക്ക് ആ സ്നേഹത്തിന്റെ കഥയറിയാം. സൂര്യകാന്തി പൂക്കളുടെ വിഷ്വൽസ് ഫോണിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇതെവിടെയാ കാണാൻ കഴിയുക മോനെ എന്നുള്ള അമ്മയുടെ ആ ചോദ്യത്തിലായിരുന്നു എല്ലാത്തിനും തുടക്കം. അമ്മമാർക്ക് നൽകുന്ന ഇത്തരം കുഞ്ഞു സന്തോഷങ്ങൾ തന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് ആവർത്തിച്ച് പറയുകയാണ് വിജയൻ ചേട്ടൻ. അമ്മയ്ക്ക് പ്രായമുള്ളതാണ്, അപ്പോൾ അമ്മയ്ക്ക് നടക്കാനും ദൂരയാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സൂര്യകാന്തിയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അമ്മക്ക് ആഗ്രഹം അതുപോലെ ഉള്ള സ്ഥലത്ത് പോകണമെന്ന്. പക്ഷേ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം വന്നത്. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായ അമ്മക്ക് വേണ്ടിയാണ് അപ്പോൾ ഇത് ചെയ്തത്. പക്ഷേ അമ്മക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവരും വന്ന് കാണാൻ അവരുടെ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടുന്ന ഇതിൽ ഉള്ള ഒരു വരുമാനമല്ല ഒരു സംതൃപ്തി, സന്തോഷം. ഇന്ന് പൂപ്പാടം കാണാനെത്തുന്നവർ നിരവധിയാണ്. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ. വിനോദസഞ്ചാര മേഖലയുടെ സാധ്യത ഉപയോഗപ്പെടുത്താമെങ്കിലും തികച്ചും സൗജന്യമായാണ് വിജയൻ ചേട്ടൻ എല്ലാവർക്കുമായി പൂപ്പാടം തുറന്നിട്ടിരിക്കുന്നത്. വിവരമറിഞ്ഞെത്തുന്നവർ സൂര്യകാന്തിയുടെ ദൃശ്യഭംഗി ആസ്വദിക്കാനും ഫോട്ടോഷൂട്ടിനുമൊക്കെയായി നല്ല തിരക്കാണിപ്പോൾ. ഈ കൃഷി ചെയ്തത് എന്നെ അമ്മക്ക് വേണ്ടിയാണ്. പുള്ളി ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഇങ്ങനെ ചെടികളും. പക്ഷേ ഇതുകൊണ്ട് പുള്ളിക്ക് വലിയ ലാഭമൊന്നുമില്ല. പക്ഷേ അമ്മക്കും പിന്നെ കുറേ വയസ്സായവർക്കും തൃപ്തിക്ക് വേണ്ടിയാണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ കൊച്ചുകുട്ടികൾക്ക്, കാരണം ഇത് കാണണമെങ്കിൽ അല്ലെങ്കിൽ തമിഴ്നാട് എവിടെയെങ്കിലുമൊക്കെ പോകണമല്ല. പിന്നെ ഇതിൻ്റെ വിത്തെടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണ എടുക്കുകയെന്ന് പറഞ്ഞാൽ പാലക്കാട് പോകണം. അങ്ങനെ പുള്ളിക്ക് ശരിക്കും ഇതുകൊണ്ട് ലാഭമില്ല. അത് എല്ലാവരും ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുള്ളി ഏറ്റവും വലിയത് പുള്ളിയുടെ അമ്മയാണ്. അമ്മ വയസ്സായ അമ്മക്ക് പുറത്തു പോകാൻ പറ്റില്ല, അപ്പം അമ്മനെ കാണിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. 50 സെന്റിൽ 2 മാസം കൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുക്കിയ പൂപ്പാടമാണ് സൂര്യപ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റൊരു ലാഭവും കൂടാതെ വിജയൻ ചേട്ടനും കൂട്ടരും ഒരുക്കിയ ഈ പൂപ്പാടത്തിൽ നിന്നും എണ്ണ ഉൽപ്പാദനം നിലവിൽ സാധ്യമല്ല. അതിന് കൂടുതൽ സാധ്യതകൾ തേടുകയാണ് അദ്ദേഹം. കൃഷി ഇത്തരത്തിൽ വളരെ സന്തോഷമായി സമീപിക്കുന്ന, മണ്ണിനോടും കൃഷിയോടും ഇത്രയും സ്നേഹമായി നിൽക്കുന്ന വിജയൻ ചേട്ടനെ പോലെയുള്ള കർഷകരാണ് നമുക്ക് എപ്പോഴും മുതൽക്കൂട്ട്. അമ്മയ്ക്കുള്ള സ്നേഹ സമ്മാനത്തിനൊപ്പം മനസ്സിന് കുളിര് നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ ഒരു പൂപ്പാടം.